479/2023 എക്സാമിൽ നടന്ന ഒരു ചെറിയ പോർഷൻ ഒന്ന് ഓർത്ത് വെക്കുന്ന കോഡ് പോലെ പറയാൻ വേണ്ടിയാണ്. ഒന്നിവിടെ നോക്കുക. നമുക്ക് ഇപ്പൊ നടന്ന എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റഫ് ആൻഡ് ഡ്രൈ സ്കിൻ ആട്രിബ്യൂട്ട് ദ ഡെഫിഷ്യൻസി ഓഫ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയാ വൈറ്റമിൻ എ ആണ്. ഇത് ഓർത്ത് വെക്കാൻ ചെറിയൊരു കോഡ് പോലെ പറയാൻ പറ്റും. ഒന്ന് നോക്കി, വൈറ്റമിൻ എയുടെ വേറെ പേരെന്താ? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോളിനകത്ത് ഒരു ആറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനുള്ള റഫിനകത്ത് ഒരു ആറുണ്ട്, ഡ്രൈക്കകത്ത് ഒരു ആറുണ്ട്. അപ്പോ ആർ 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 വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? വൈറ്റമിൻ എ ആണെന്ന് ഉത്തരം കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ആ ഇതിൽ ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ ആണല്ലോ, അതുകൊണ്ട് അധികം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കേണ്ടി പോലും വരുന്നില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ ആ ഒരു സെയിം പാറ്റേണിൽ പാർക്ക് ടെക്സ്റ്റിൽ കിടക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതാണ് ഹോണി ആൻഡ് ടോഡ് സ്കിൻ ആട്രിബ്യൂട്ട് ദ ഡെഫിഷ്യൻസി ഓഫ് EFA. EFA എന്താണെന്ന് അറിയാലോ, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഇതെങ്ങനെ ഓർത്ത് വെക്കാം? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഓർക്കാം, നല്ല ഫാറ്റാണ്. ഈ നല്ല ഫാറ്റ് ബോഡിയിലുള്ള ഒരാളെ കാണാൻ ഹോണിയുടെ HO എടുക്കുക, ഹോണിയുടെ ടോഡ് സ്കിന്റെ T എടുക്കുക, ഹോട്ടാണെന്ന് നോക്കുക. അതായത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ബോഡിയിലുള്ള ഒരാളെ കാണാൻ ഹോട്ടായിരിക്കും. അപ്പോൾ ഹോണി ആൻഡ് ടോഡ് സ്കിൻ ഡെഫിഷ്യൻസി EFA എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണെന്ന് കിട്ടിയല്ലോ. സിമ്പിൾ അല്ലേ? അതുപോലെ ആ സെയിം പാറ്റേണിൽ ഒരു പോർഷൻ കൂടി പാർക്കിൽ കിടപ്പുണ്ട്, അതും കൂടി നോക്കാം.